പഞ്ചായത്ത് റോഡുകളുടെ വശങ്ങളിൽ വ്യക്തികൾ ചെടികളും കാർഷിക വിളകളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാരണം പല റോഡുകളിലൂടെയും വാഹനങ്ങൾ പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ സ്വന്തം വസ്തുവിൽ മതിൽ കെട്ടിയതിനു ശേഷം മതിലിന് പുറത്ത് റോഡിൽ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും കാണാം. ഈ പൂക്കളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അവ ചരിഞ്ഞ് റോഡിലേക്ക് കിടന്ന ഗതാഗത തടസ്സമുണ്ടാക്കുകയാണ്. രാവിലെയും വൈകിട്ടും സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡുകളിൽ എതിരെ ഒരു ചെറിയ വാഹനം വന്നാൽ റോഡിന്റെ വശങ്ങളിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന സസ്യങ്ങൾ കാരണം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. കഷ്ടിച്ച് 2 ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡുകളാണെങ്കിൽ പറയുകയും വേണ്ട. ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായ നടപടികൾ എന്നതിലുപരി നാം സ്വയം ബോധവാന്മാരാകുകയാണ് വേണ്ടത്. റോഡിന് കുറച്ച് ഭംഗിയൊക്കെ ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയോ, റോഡായാലും സ്ഥലം വെറുതെ കളയണ്ട, കുറച്ച് കൃഷിയൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയാകും പലരും ഇതൊക്കെ ചെയ്യുന്നത്. അത് കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് സ്വയം മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ പലരും ഇതിൽ നിന്നും പിന്മാറിയേക്കാം. പഞ്ചായത്ത് രാജ് ആക്ട് 1994 വകുപ്പ് 220 പ്രകാരം പൊതു റോഡുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, കയ്യേറ്റങ്ങൾ, അത് താൽക്കാലികമായാലും നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 114 പ്രകാരം പൊതു റോഡുകളിൽ കയ്യേറ്റം നടന്നാൽ ആദ്യത്തെ കുറ്റത്തിന് 2500 രൂപ പിഴയും തുടരുന്ന ഓരോ ദിവസവും 200 രൂപ അധിക പിഴയും ചുമത്താവുന്ന കുറ്റമാണ്. നമ്മൾ നിസ്സാരമായി കണ്ടു ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നാടിന് ദോഷമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വീടിന് മുന്നിലെ റോഡിൽ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കി നമ്മുടെ റോഡുകളിൽ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ തന്നെ ഉറപ്പാക്കി നാടിനും നാട്ടുകാർക്കും നന്മയുള്ളവരായി നമുക്ക് മാറാം.